നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് മുതൽ ഞാൻ അരവിന്ദിന്റെ മക്കളുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് ശ്രീദേവിയോട് ആനന്ദ കാര്യങ്ങളൊക്കെ പറയണം. ശ്രീദേവിക്കാണ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രീദേവിക്കാണെങ്കിൽ വ്രതം എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആനന്ദ് സമ്മതിച്ചില്ല. പിന്നീട് ആനന്ദ് പറഞ്ഞു, അമ്മ പറഞ്ഞ കാര്യം നീ കേട്ടതാണല്ലോ, ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ആപത്ത് വരുമെന്ന്. എന്റെ പേടി എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് എന്തേലും ആപത്ത് സംഭവിക്കുന്നു. കുഞ്ഞിനോ? ആനന്ദേണ്ട എന്തൊക്കെയാ പറയണേ? ഞാൻ നിന്നോട് പറയാതിരുന്ന അന്ന് എടുത്തപ്പം രാവണന്റെ ജനനമല്ലേ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിലും ആണോന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്കും കുഞ്ഞിന് മാത്രം ഒന്നും സംഭവിക്കില്ലെന്നാ എന്റെ മനസ്സിൽ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ. ആ സമയം ആനന്ദ് പറഞ്ഞു, നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലോ. അമ്മ പറയുന്നത് ശരിയാന്ന് തോന്നേ. അല്ലെങ്കിൽ അന്ന് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എത്ര തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് വരെ പോയില്ലേ? അത് ശരിയാ. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയെന്ന് പറയണം. നിനക്കും കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്ന ഒരു പേടി. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്കൊരു ആപത്ത് സംഭവിക്കില്ലെന്ന് ആനന്ദ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനൊന്നും പറയില്ലേ, ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കില്ല. അഗ്നിപൂജ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അതുകൊണ്ടൊക്കെ ഞാൻ നിന്നോട് വ്രതം എടുക്കണ്ടെന്ന് പറഞ്ഞേ. അറിയാലോ, നമ്മുടെ കുഞ്ഞിനൊരു ആപത്തും വരില്ല. നിനക്കറിയാം ഞാൻ എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആനന്ദേട്ടാ. ഒരു പക്ഷേങ്കിൽ ഈ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോ വീണ്ടും ഇവിടെ നിൽക്കുന്നേ. അല്ലായിരുന്നെങ്കിൽ എന്നെ ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിച്ചേനം. ആനന്ദ് പറഞ്ഞു, അത് ശരിയാ, ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി തന്നെയാ. പക്ഷേങ്കിൽ നിന്റെ വയറ്റില് എന്റെ കുഞ്ഞിന്റെ ജീവനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതല് ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും വ്രതമൊന്നും എടുക്കാൻ പോകുന്നില്ല. ആനന്ദേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കുഞ്ഞിനൊരു ആപത്തും വരത്തില്ല, ഞാൻ നോയിക്കോളാം എന്നൊക്കെ ആനന്ദിന് ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഗോമതി ബാലനോട് പറഞ്ഞു, എന്നാലും സുകന്യ വ്രതം കൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബാലേട്ടാന്ന് പറയണം. ചിലപ്പം നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ കുടുംബത്തിൽ ഒന്ന് ഇത്രയും ദിവസം ആയില്ലേ, മാറാതിരിക്കാൻ പറ്റില്ലോ. മാറി ചിന്തിച്ചിട്ടേ കാര്യമുള്ളെന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, അത് ശരിയാ, നമ്മളോടൊപ്പം ഈ കുടുംബത്തിൽ എല്ലാവരും മക്കളും എല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഈ കുടുംബത്തിൽ ആർക്കും ഒരു ആപത്തും ഉണ്ടായിക്കൂടാ. ബാലൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വ്രതം എടുക്കാനായിട്ട് നിന്നോടൊപ്പം നിൽക്കാന്ന്. കാരണം ഒരാൾ തനിച്ചല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ, ഒന്നല്ലേ. അപ്പൊ പിന്നെ ഒരാൾക്കൊരു ആപത്ത് വരുമെന്ന് പറഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, എങ്കിൽ മാത്രം നമുക്ക് ഈ ആപത്തിനെയൊക്കെ നേരിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം അച്യുതന അഗ്നിപൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണത്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അച്യുതനൊരു കാര്യം തീരുമാനിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അഗ്നിപൂജയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ രാജശ്രീയോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് സുകന്യയാണ്. സുകന്യ വിളിച്ച് അഗ്നിപൂജയാണ് നടക്കാൻ പോകുന്നത്, അതാണ് പ്രതിവിധി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ രാജശ്രീ നേരെ അലോകിന്റെ അച്യുതന്റെ അടുത്ത് എത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ടിഞ്ഞപ്പോ അച്യുതൻ പറഞ്ഞു, ഈ പൂജ മുടക്കണമെന്ന് പറയണം. ഈ പൂജ മുടക്കണം, കാരണം ഈ അഗ്നിപൂജ എന്ന് പറഞ്ഞാൽ അത് നിസാര പൂജയൊന്നുമല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ ചോദിച്ചു, അതെന്താ അച്യുതേട്ടാ അങ്ങനെ പറഞ്ഞേ? ഇത് ചിലപ്പോ സംഹാര പൂജയാന്നാ. കാരണം ഇതിന് എന്തെങ്കിലും ഒരു മുടക്കം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൂജ നമുക്ക് നടത്തുകൊണ്ട് കാര്യം ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചേച്ചാ, ഈ പൂജ മുടക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അല്ല, അവർ ഏത് ക്ഷേത്രത്തിലേക്ക് പൂജ നടത്താൻ പോകുന്നത് അറിയാമെന്ന് ചോദിച്ചു. പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അച്യുതൻ പിന്നീട് എന്ത് ചെയ്തു, അവിടെ ഒരു സഹായി ഉണ്ട് ആ ക്ഷേത്രത്തില്, അങ്ങോട്ട് വിളിക്കണം, അയാളെ വിളിക്കണം. അയാളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഈ പൂജ മുടക്കാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പ്രശ്നമാവോന്ന് ചോദിച്ചു. ഒരു പ്രശ്നം ആകത്തില്ല, താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഈ പൂജ മുടക്കണം, അഗ്നിപൂജ, അതാണ് താൻ പറയുന്ന പണം തന്റെ കൈകളിൽ എത്തുമെന്ന് പറഞ്ഞു. പണത്തിന് മീതെ പരുന്നും പറക്കില്ലെന്നല്ലേ. പണം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്തും ചെയ്യാൻ തയ്യാറാവുകയാണ്. അയാൾ പറഞ്ഞു, അതെ സാറ് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലോക അച്യുതന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലച്ചാ പൂജ മുടങ്ങുമെന്ന് ചോദിച്ചു. മുടങ്ങൂടാ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യങ്ങള്? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അച്ഛാ അതും കൊണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ഐഡിയ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്
തന്റെ മനസ്സിലുള്ള ആ കാര്യം പറയാണ്. എല്ലാരും വ്രതത്തിലല്ലേ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി. വ്രതം മുടക്കാൻ വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, വ്രതം മുടക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം അവരൊക്കെ കഠിന വ്രതത്തിലായിരിക്കും. അവർക്കറിയാം വ്രതം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന്. അതുകൊണ്ട് വ്രതം അവർ മുടക്കാൻ വഴിയില്ല. വേറെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരു ദിവസം മൊത്തം വ്രതം എടുക്കണം. പിറ്റേ ദിവസം പൂജ കഴിയുന്നോടം വരെ വ്രതത്തിലായിരിക്കണം എല്ലാവരും. വ്രതം മുടക്കാനും പാടില്ല. അപ്പം വ്രതം മുടക്കാൻ നോക്കിയാൽ സുകന്യ ഉൾപ്പെടെ എല്ലാവരും വ്രതത്തിലാണല്ലോ. അപ്പൊ ഒന്നും കഴിക്കാനും കുടിക്കാനൊന്നും പാടില്ല. ജലപാനം പോലും പാടില്ല. അതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് നടക്കുമെന്നൊന്നും തോന്നില്ല. കാരണം കുടുംബത്തിലെ ആപത്ത് വരുമെന്ന് കണ്ട് പൂജ ചെയ്യുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആരും വ്രതം മുടക്കില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലോക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേറൊരു വഴിയുണ്ടെന്ന് പറയാണ്. പിന്നീട് അലോക് തന്റെ മനസ്സിലുള്ള ആ ബുദ്ധി പ്രയോഗിക്കുകയാണ്. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, ഇത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറയണം. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ സുകന്യ ഓർത്തു, ദൈവമേ എങ്ങനെയൊന്നും പോവാതിരിക്കുന്നേ, എങ്ങനെയെങ്കിലും പോവാതിരിക്കണം. കാരണം പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. തനിക്ക് വ്രതം എടുക്കാനും പറ്റില്ല. അങ്ങനെ ഒടുവിൽ സുകന്യ ഒരു കള്ളത്തരം കണ്ടുപിടിക്കണം. തനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുകന്യ ഒഴിഞ്ഞു മാറി. അല്ലെങ്കിൽ പിന്നെ വ്രതം എടുക്കേണ്ട വരും. പിറ്റേ ദിവസം തൊട്ട് വ്രതം എടുക്കേണ്ട വരുമല്ലോ. ആ സമയത്ത് ഗോമതി ഒഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ശ്രീദേവിക്ക് കൂട്ടായിട്ട് മിത്ര സുകന്യയും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അല്ലമ്മേ എങ്കിൽ പിന്നെ മിത്ര വന്നോട്ടെ എന്ന് പറയണ. ആ സമയത്ത് സുകന്യയും പറഞ്ഞു, അത് ശരിയാ, മിത്ര പോയിക്കോ അവരോടൊപ്പം, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അത് വേണ്ട, സുകന്യ മാത്രം പോരാ, മിത്ര അങ്ങോട്ട് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഗോമതിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവായിരുന്നു. സുകന്യയുള്ള ആള്, സുകന്യയുടെ സ്വഭാവം നന്നായിട്ട് അറിയുകയും ചെയ്യാലോ. അതുപോലെ തന്നെ മീനാക്ഷിയും പറഞ്ഞു, മിത്രയും കൂടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സുകന്യ ആയതുകൊണ്ട് എന്തായതെന്നും പറയാൻ പറ്റില്ല. ശ്രീദേവിക്കും പിന്നെ മിത്രയും കൂടെ ഇരിക്കുന്നതിനോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മിത്ര അവളോടൊപ്പം ഇരിക്കാന്ന് വെച്ചു. പക്ഷെ സുകന്യ മനസ്സിൽ ചില കണക്കൂട്ടുകളൊക്കെ നടത്തി. എങ്ങനെയെങ്കിലും ഇവരുടെ വ്രതം ഒന്നും മുടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരൊന്നും അങ്ങനെ വ്രതം മുടക്കാനായിട്ട് കൂട്ടാക്കത്തുമില്ല. പക്ഷെ താൻ അതിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ട അത് വലിയ പ്രശ്നമാവുകയും ചെയ്യും. തൽക്കാലത്തേക്ക് അത് വേണ്ട. എന്തൊക്കെയാണെങ്കിലും കൃഷ്ണമംഗലങ്കാർ എന്തായാലും ചെയ്യാതിരിക്കില്ല അവരുടെ വ്രതം മുടക്കി ആ പൂജ മുടക്കാനായിട്ട് എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തൊട്ട് എല്ലാവരും അങ്ങനെ വ്രതം തുടങ്ങുവാണ്. ജലപാനം പോലും ഇല്ലാത്ത വ്രതമായിരുന്നു. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആരും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ഈ പൂജ ഏത് വിധേന നടത്തണം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അതിന്റെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് ഗോമതി മിത്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അതെ, ദേവമോളെ നന്നായിട്ട് നോക്കണം. ഗോമതിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തൊക്കെ ഏതാ സംഭവിക്കുന്ന പറയാൻ പറ്റില്ല. കുടുംബത്തിലെ ആൾക്ക് ഒരു ആപത്ത് വരുമെന്നാ പറയണേ. അതുപോലെ തന്നെയായിരുന്നു ആനന്ദും. ശ്രീദേവി ഉപദേശിക്കുന്നുണ്ട്, അടുക്കളയിൽ നിന്ന് കയറി ജോലികളൊന്നും ചെയ്യാനൊന്നും പോയേക്കല്ല, ഒരാപത്ത് ക്ഷണിച്ചു വരുത്തിയേക്കല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വരെ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം സുകന്യയുടെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ശ്രീദേവിയുടെ വയറ്റിലെ ആ കുഞ്ഞിനെ ഞാൻ കളയുമായിരുന്നു, നല്ല കാര്യമായിരുന്നു. പക്ഷെ അതെങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സുകന്യ ചിന്തിക്കുകയാണ്. ഒരു പറ്റിയ അവസരം ഈ വീട്ടിലാണെങ്കിൽ വേറെ ആരും ഇല്ലതാനും, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം എന്നൊക്കെ സുകന്യ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കാണുന്നുണ്ട്. പിന്നീട് രാജശ്രീയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, അങ്ങനെയാണ് സുകന്യ, നീ ഒന്ന് ചെയ്തു നോക്ക്. പക്ഷെ അത് വർക്കൗട്ട് ആവുമോന്ന് അറിയത്തില്ല, പിടിക്കപ്പെട്ടിട്ടുണ്ട് പണിയാവൂന്ന് പറഞ്ഞു. നോക്ക്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നീ ചെയ്യാൻ പറയാണ്. ഇത് തന്നെ ഒരു പറ്റിയ അവസരമാ. പക്ഷെ ഇതൊന്നും ഗോമതിയെ ബാലനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ. എങ്ങനെയെങ്കിലും പൂജ നടത്തണം, എത്രയും പെട്ടെന്ന് ദോഷങ്ങളെല്ലാം അകറ്റണം. അപ്പം മൃത്യുവാണ് ആടുവരത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ അകറ്റാനായിട്ടുള്ള പൂജ നടത്തുന്നത്. പൂജകളൊക്കെ നല്ല രീതിയിൽ നടത്തണമെന്ന് കരുതി അവർ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന